തിരൂരിൽ IHT തന്നെ ഹിറ്റ്. നൂതന സ്കിൽ പരിശീലന രംഗത്ത് നിരവധി അവാർഡുകൾ കരസ്ഥമാക്കിയ തിരൂർ IHT 25ാം വർഷത്തിലും ജൈത്രയാത്ര തുടരുന്നു. ഗവൺമെന്റ് PSC അംഗീകരിച്ച വിവിധ കോഴ്സുകൾ, അന്താരാഷ്ട്ര നിലവാരമുള്ള സർട്ടിഫിക്കറ്റുകൾ, നോർക്ക അറ്റസ്റ്റേഷൻ, AI ടൂൾസ് ഉൾപ്പെടുത്തിയ കരിക്കുലം, പ്ലേസ്മെന്റ് അസിസ്റ്റന്റ് സൗകര്യം. IHT കോളേജ്, പയ്യനങ്ങാടി, തിരൂർ. ബ്രാഞ്ച് പോലീസ് ലൈൻ. ഫോൺ 9847300120. നമസ്കാരം, പ്രഹേളിക ന്യൂസിലേക്ക് സ്വാഗതം. കലയുടെ ചിറകുകളിൽ പറന്ന് PPNM UP സ്കൂൾ. കലയുടെ നിറപ്പകട്ടിൽ നിറഞ്ഞു നിന്ന് തിരൂർ PPNM UP സ്കൂളിലെ കലോത്സവം. പാഠ്യപദ്ധതിക്കപ്പുറം കുട്ടികളുടെ കഴിവുകൾ തിളക്കമാർന്ന വേദിയായ ഈ കലോത്സവം ആവേശഭരിതമായ അന്തരീക്ഷത്തിൽ നടത്തി. പരിപാടി തിരൂർ സബ് കളക്ടർ ദിലീപ് K. കൈനിക്കര ഉദ്ഘാടനം ചെയ്തു. നിങ്ങളുടെ ഈ ഒരു ആഘോഷവേളയിൽ അല്ലെ, കലാമേള എന്ന് പറയുമ്പോൾ നമ്മൾ സ്കൂളിലെ മറ്റ് അക്കാഡമിക് തിരക്കുകളൊക്കെ മാറ്റിവെച്ച് സന്തോഷപൂർവ്വം നമ്മൾ ആ കലയുടെ ലോകത്തേക്ക്, നൃത്തത്തിൻ്റെയും സംഗീതത്തിൻ്റെയും ഒക്കെ ലോകത്തേക്ക് നമ്മൾ കുറച്ച് ഒന്ന് മാറി നിൽക്കുന്ന ആ ഒരു നമുക്ക് വളരെ സന്തോഷവും ആഹ്ലാദവും ഒക്കെ ഉള്ളൊരു വേളയാണ്. അങ്ങനെ ഒരു സമയത്ത് എത്തിച്ചേരുവാനും നിങ്ങളോട് സംസാരിക്കുവാനും സാധിക്കുന്നത് തന്നെ വ്യക്തിപരമായിട്ടൊരു സന്തോഷമായിട്ടാണ് കാണുന്നത്. എല്ലാവരും യൂണിഫോമൊക്കെ ഒഴിവാക്കി കളർ ഡ്രസ്സൊക്കെ ഇട്ട് JRC കുട്ടികൾ വോളണ്ടിയേഴ്സ് ആണെന്ന് തോന്നുന്നു, അവർക്ക് ഇന്നും യൂണിഫോം ഉണ്ട്. അങ്ങനെയാണെങ്കിലും തീർച്ചയായിട്ടും ആ രീതിയിൽ അല്ലേ, നമുക്ക് നമ്മുടെ അക്കാഡമിക് പ്രവർത്തനങ്ങൾ പോലെ തന്നെ പ്രാധാന്യത്തോടു കൂടിയാണ് നമ്മളുടെ കുട്ടികളുടെ മറ്റ് കഴിവുകൾ വളർത്തിയെടുക്കേണ്ടത് എന്നൊരാശയത്തിലേക്കാണ് നമ്മുടെ വിദ്യാഭ്യാസ ലോകം മാറിക്കൊണ്ടിരിക്കുന്നത്. കേരള സർക്കാരിൻ്റെ പുതിയ വിദ്യാഭ്യാസ നയം, അതേപോലെ പുതിയ ദേശീയ വിദ്യാഭ്യാസ പോളിസിയും ഒക്കെ നോക്കിയാൽ നമുക്ക് കാണാൻ സാധിക്കും അല്ലേ. സ്കൂളുകളെന്ന് പറയുന്നത് കേവലം നമ്മൾ ഓരോ ക്ലാസ്സുകളായിട്ട് പഠിച്ച് 1ൽ നിന്ന് 10ലെത്തുന്നു, 10ൽ നിന്ന് 12ലെത്തുന്നു എന്നുള്ള രീതിയിൽ അക്കാഡമിക്സിൽ മാത്രം ഊന്നി, ക്ലാസ്സിലെ മാർക്കുകളിൽ മാത്രം ഊന്നി നിൽക്കാതെ ഓരോ കുട്ടിയെയും, ഓരോ വിദ്യാർത്ഥിയെയും, ഓരോ വിദ്യാർത്ഥിനിയെയും ഒരു പൂർണ്ണമായ ഉത്തരവാദിത്വമുള്ള, ഒരു പൂർണ്ണമായ ഹോളിസ്റ്റിക് വ്യക്തിത്വമുള്ള പൗരരായിട്ട് സമൂഹത്തിലേക്ക് കരയറ്റുക, സമൂഹത്തിലേക്ക് നയിക്കുക എന്നുള്ള ഒരു വലിയ ലക്ഷ്യമാണ് നമ്മളുടെ വിദ്യാഭ്യാസ സമ്പ്രദായത്തിന് ഇന്നുള്ളത്. അതിൻ്റെ ഒരു വലിയ ഭാഗം തന്നെയാണ് തീർച്ചയായിട്ടും കലാമേള എന്നുള്ളത്. നമുക്കറിയാവുന്നതുപോലെ തന്നെ നമ്മളുടെ കുട്ടികളുടെ എല്ലാ കഴിവുകളും കണ്ടെത്തുക എന്നുള്ളതാണ് നമ്മൾ ലക്ഷ്യം വയ്ക്കുന്നത്. അതോടൊപ്പം ഇവിടെ സൂചിപ്പിച്ചതുപോലെ തന്നെ, ചമ്മക്ക് സൂചിപ്പിച്ചതുപോലെ തന്നെ തീർച്ചയായിട്ടും നമ്മളുടെ ഭാവിയിൽ, നമ്മളുടെ കരിയറിലൊക്കെയും തീർച്ചയായിട്ടും നമ്മുടെ ഇത്തരം പ്രവർത്തനങ്ങൾ വലിയൊരു പങ്ക് വഹിക്കുമെന്നുള്ള കാര്യത്തിലും യാതൊരു സംശയവുമില്ല. കലയുണ്ടെങ്കിൽ മാത്രമേ ഒരു മനുഷ്യനെ യഥാർത്ഥത്തിൽ മനുഷ്യരാകാൻ സാധിക്കുകയുള്ളൂ. ഈ കലോത്സവം ഇപ്രാവശ്യം ഉദ്ഘാടനം ചെയ്യണമെന്ന് ആരായിരിക്കണമെന്ന് മനസ്സിൽ ഓടി ചിന്തിച്ചപ്പോൾ നമുക്കറിയാം, ദിലീപ് കൈനിക്കര സാറെ പേരായിരുന്നു. കാരണം അദ്ദേഹത്തോട് കഴിഞ്ഞ സബ് ജില്ലാ അക്ഷരമുറ്റം ക്വിസ് മത്സരം കഴിഞ്ഞ ഉടനെ അദ്ദേഹത്തോട് ഞാൻ പറഞ്ഞു, സർ, ഞങ്ങളുടെ സ്കൂളിലെ കലോത്സവം ഉദ്ഘാടനം ചെയ്യാൻ 10ാം തീയതി എത്തണമെന്ന്. പക്ഷേ നിർഭാഗ്യവശാൽ 10ാം തീയതി ആ പരിപാടി നമുക്ക് മാറ്റിവെക്കുകയും പിന്നീട് 13ാം തീയതിയാണെന്ന് അദ്ദേഹത്തിൻ്റെ ഔദ്യോഗിക ഓഫീസിൽ വന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം വളരെ സന്തോഷത്തോടെ ഏറ്റെടുക്കുകയും ചെയ്തു. നമ്മളൊക്കെ വായിക്കുന്ന ഒരു സമ്പ്രദായം നമുക്കൊക്കെ ഉണ്ട്. ഞാനൊരു കാലഘട്ടത്തിൽ 2022 പത്രം എന്ന് രാവിലെ ഇങ്ങനെ കണ്ടുപിടിച്ചിരുന്നു നോക്കുകയാണ്. ആ സമയത്ത് അന്നത്തെ പത്രത്തിലെ പ്രധാന വാർത്ത എന്ന് പറയുന്നത് കോട്ടയം ജില്ലയിലെ 4 പേർക്ക് IAS-ൽ റാങ്ക് ലഭിച്ചിരിക്കുന്നു. IAS സിവിൽ സർവീസ് പരീക്ഷയിൽ 21ാം റാങ്ക് നേടി കോട്ടയം ജില്ലയിലെ ചങ്ങനാശ്ശേരിയുടെ അഭിമാനമായി ശ്രീ ദിലീപ് കൈനിക്കര സാറായിരുന്നു അന്ന് ഉണ്ടായിരുന്നത്. PTA പ്രസിഡന്റ് അൻവർ സാദത്ത് ചൊമയിൽ അധ്യക്ഷത വഹിച്ചു. പ്രശസ്ത ഗായകൻ അനീഷ് മണ്ണാർക്കാട് മുഖ്യ അതിഥിയായി പങ്കെടുത്തു.
മാനിനെ കണ്ടേ വാർഡ് കൌൺസിലർ കെ അബ്ദുസലാം, PTA എക്സിക്യൂട്ടീവ് അംഗങ്ങളായ CP ഹരിദാസൻ, പ്രജീവ്, ഷെഫീഖ്, രമ്യ, റസിയ എന്നിവർ ചടങ്ങിൽ ആശംസകൾ അർപ്പിച്ചു. പ്രധാനാധ്യാപകൻ VKP അനിൽകുമാർ സ്വാഗതം പറഞ്ഞു. അധ്യാപകരായ ദേവയാനി, സുജേഷ്, സുർജിത്, അമ്പിളി, നഫീസ, വിജിത, നിമ, മറിയാമ്മ, ഗീത, രജനി, പെർവിൻ, അഭിനവ്, സുകുമാരൻ എന്നിവർ പരിപാടിക്ക് നേതൃത്വം നൽകി. വിദ്യാർത്ഥികളുടെ സംഗീതം, നൃത്തം, പാട്ട്, ചിത്രരചന എല്ലാം ചേർന്ന മികവിന്റെ ഉജ്ജ്വലമേളയായി PPNM UP സ്കൂൾ കലോത്സവം മാറി. ന്യൂസ് ഡെസ്ക്, പ്രഹേളിക ന്യൂസ്. അരനൂറ്റാണ്ടിന്റെ പാരമ്പര്യവുമായി സ്വർണ്ണാഭരണ വിപണന രംഗത്ത് നിങ്ങളുടെ ഇഷ്ട ജ്വല്ലറിയായ മെജസ്റ്റിക് ഇപ്പോൾ കൂടുതൽ പുതുമയിൽ കൂടുതൽ കളക്ഷനിൽ. വെഡിംഗ് സെക്ഷൻ, ഡയമണ്ട് സെക്ഷൻ, ലൈറ്റ് വെയ്റ്റ് ഏരിയ, സിൽവർ ആൻഡ് വാച്ചസ് സെക്ഷൻ, ലൈറ്റ് വെയ്റ്റ് റോസ് ഗോൾഡ് ആഭരണങ്ങളുടെ ഏറ്റവും പുതിയ കളക്ഷനുകളുമായി മെജസ്റ്റിക് ഓറിയോ കളക്ഷൻ. ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയിൽ മലപ്പുറം ജില്ലയിലെ നമ്പർ 1 ജ്വല്ലറി മെജസ്റ്റിക് ജ്വല്ലേഴ്സ്, താഴെപ്പാലം, തിരൂർ.